ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് ഗതാഗത വകുപ്പ്. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 40 വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാൻ 3 മാസം സമയം. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാനും സാവകാശമുണ്ടാകും. പുതിയ സർക്കുലർ നാളെ പുറത്തിറക്കും. ഹരികൃഷ്ണനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണല്ലോ ഇപ്പോൾ ഇളവുകൾ. വിവരങ്ങൾ. ഉന്മേഷ്, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്താകെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഇളവുമായി ഗതാഗത വകുപ്പ് എത്തിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ സംഘടനകൾ, അതായത് ഭരണാനുകൂല സംഘടനകൾ അടക്കം ആവശ്യപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവ് വേണമെന്നുള്ളത്. അത് ഏതായാലും ഗതാഗത മന്ത്രി അത്തരത്തിലൊരു ഇളവ്, ഗതാഗത വകുപ്പ് അത്തരത്തിലൊരു ഇളവ് നൽകുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിദിന ലൈസൻസ് 40 ആക്കി മാറ്റാനുള്ള ഒരു രീതിയാണ് ഗതാഗത വകുപ്പ് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഈ ക്യാമറ, അതായത് വാഹനങ്ങളിൽ ടെസ്റ്റ് നടത്തുമ്പോൾ ക്യാമറ സ്ഥാപിക്കണമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പരിഷ്കരണമായിരുന്നു. അത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 3 മാസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ പരിഷ്കരണത്തിൽ ഇളവ് ഒതുക്കുകയാണ്. പ്രധാനമായും ഈ സംസ്ഥാനത്ത് ആകെയുള്ള പ്രതിഷേധങ്ങൾ, അതായത് CITU അടക്കമുള്ള സംഘടനകളുടെ പ്രതിഷേധങ്ങൾ കണക്കോടുകൂടിയാണ് ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു ഇളവ് ഗതാഗത വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും നാളെ തന്നെ ഇത് സംബന്ധിച്ച് ഗതാഗത മന്ത്രിയുടെ ഒരു സർക്കുലർ പുറത്തിറങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ശരി, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.